വാർത്തകൾ തുടരുന്നു. കടപ്പളാമറ്റം പഞ്ചായത്തിലെ പാറമടകളുടെ പ്രവർത്തനം. പഞ്ചായത്ത് തൊഴിലാളി വിരുദ്ധ നിലപാട് അവസാനിപ്പിക്കണമെന്ന് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ. തങ്ങൾ എന്നും തൊഴിലാളികൾക്കൊപ്പമെന്ന് പഞ്ചായത്ത് ഭരണപക്ഷം. കടപ്പളാമറ്റം മേഖലയിലെ കരിങ്കൽ ക്വാറി വ്യവസായം അടച്ചുപൂട്ടിക്കുന്ന UDF പഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തൊഴിലാളികളുടെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം തുടങ്ങി. വൻകിട കൽക്കരി ഖനികൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവ ഖനനം ചെയ്യുന്ന വൻകിട ഖനികൾക്ക് മാത്രം ബാധകമായ മൈൻ സേഫ്റ്റി നിയമം ചെറുകിട പാറമടകളിൽ നടപ്പിലാക്കി പാറമടകളുടെ പ്രവർത്തനം നിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആസൂത്രിത നീക്കങ്ങളാണ് UDF നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. പഞ്ചായത്തിൽ ലൈസൻസോടെ പ്രവർത്തിക്കുന്ന 19 പാറമടകൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് മൈൻ സേഫ്റ്റി നിയമം ബാധകമാക്കാനുള്ള ഹീന നീക്കമാണ് പഞ്ചായത്തിൻ്റെ ഒത്താശയോടെ നടന്നുവരുന്നത്. വെളിയന്നൂർ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന വൻകിട മെറ്റൽ ക്രഷർ ഉടമയ്ക്ക് വേണ്ടിയാണ് കടപ്പളാമറ്റത്തെ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം തടയുന്നതെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട്. സമീപ ജില്ലകളിലേക്കടക്കം പൊതുമരാമത്ത് പ്രവൃത്തികൾക്കും സ്വകാര്യ വ്യക്തികളുടെ അടക്കം കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾക്ക് കടപ്പളാമറ്റത്തു നിന്നുമാണ് കരിങ്കല്ല്, മെറ്റൽ, പാറപ്പൊടി എന്നിവ എത്തിക്കുന്നത്. കരിങ്കൽ ക്വാറികളുടെ പ്രവർത്തനം നിലച്ചാൽ നിർമ്മാണ മേഖല പ്രതിസന്ധി നേരിടുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പഞ്ചായത്ത് പടിക്കൽ ആരംഭിച്ച സത്യാഗ്രഹ സമരം CITU ജില്ലാ കമ്മിറ്റി അംഗം VK സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. 30 വർഷമായി കടപ്പളാമറ്റം പഞ്ചായത്തിൽ സുഗമമായി നടന്നുകൊണ്ടിരുന്നതും ഇപ്പോൾ കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ വ്യവസായമായിട്ട് മാറിയിട്ടുള്ള കടപ്പളാമറ്റം പഞ്ചായത്തിലെ പാറമട വ്യവസായം ഇന്ന് ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം 20 ലൈസൻസുകളിലായി പൊട്ടിച്ചുകൊണ്ടിരുന്ന പാറമട ഇപ്പം പഞ്ചായത്ത് സ്റ്റോപ്പുമ്മ കൊടുത്ത് ഓരോ പാറമടകൾ നിർത്തി ഇപ്പോൾ ഏതാണ്ട് 11 പാറമടകളോളം നിന്നതിൻ്റെ ഫലമായി 2000-ലേറെ കുടുംബങ്ങൾ ഉപജീവനം നടത്തിക്കൊണ്ടിരുന്ന ഏറ്റവും വലിയ വ്യവസായം ഇന്ന് ആ തൊഴിലാളികൾ പട്ടിണിയിലായിരിക്കുന്ന സാഹചര്യം വരികയാണ്. മാത്രമല്ല വലിയ ഈ ഖനനങ്ങൾക്ക് വേണ്ടി മാത്രം വേണ്ടി വരുന്ന പെട്രോള്, അതുപോലെ തന്നെ ഈ കൽക്കരി, സ്വർണം, അതുപോലെയുള്ള ലോഹങ്ങൾ ഖനനം ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള മാത്രം നിയമമായിട്ടുള്ള മൈനിങ് സേഫ്റ്റി നിയമം ഈ ചെറുകിട പാറമട വ്യവസായത്തിലേക്ക് കൂടി കൊണ്ടുവരുന്നതിൻ്റെ ഫലമായി ഇവിടുത്തെ ചെറുകിട പാറമടകൾ മുഴുവൻ നിന്നുപോകുകയും വൻകിട നിയമനിർമ്മാണം നടത്തി ഈ ചെറുകിട പാറമടകൾ ഇല്ലാതാക്കാനുള്ള പരിശ്രമം നടത്തി വരിക. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തന്നെ കടപ്പളാമറ്റം പഞ്ചായത്ത് ഭരണസമിതി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട് കടപ്പളാമറ്റം പഞ്ചായത്തിലെ പാറമടകൾക്ക് മൈനിങ് സേഫ്റ്റി ഇല്ല എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ പാറമടകളും നിന്നുപോകുന്ന സാഹചര്യം വരികയും ഇവിടുത്തെ മുഴുവൻ തൊഴിലാളികളും പട്ടിണിയിലാകുന്നതുകൊണ്ടാണ് തൊഴിലാളികൾ എല്ലാ ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ ഈ പഞ്ചായത്ത് പടിക്കൽ ഇതുപോലൊരു സമരം നടത്തുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാതെ ഈ സമരം നിർത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നവരെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടത്തുവാനാണ് സംയുക്ത സമരസമിതി CITUം AITUCയും ചേർന്നുള്ള സംയുക്ത സമരസമിതി ഈ സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ഈ പ്രശ്നപരിഹാരം വരെ ഈ സമരം നീളും. അതിന് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും, തൊഴിലാളികളുടെയും, കൃഷിക്കാരുടെയും, ജീവനക്കാരുടെയും എല്ലാം പിന്തുണ ഈ സമരങ്ങൾക്കുണ്ടാകണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. CPIM ലോക്കൽ സെക്രട്ടറി PM ജോസഫ്, CPI ജില്ലാ കമ്മിറ്റി അംഗം K വിജയൻ, ബാബു എബ്രാഹിം, TP കുഞ്ഞാമ്പു, ജോർജ് ആനിത്തോട്ടം, ബേബി വർക്കി, സെബാസ്റ്റ്യൻ പട്ടകുന്നേൽ എന്നിവർ പ്രസംഗിച്ചു. എന്നാൽ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന സമരം അപഹാസ്യമാണെന്ന വാദവുമായി പഞ്ചായത്ത് ഭരണസമിതി രംഗത്തെത്തി. ചുരുങ്ങിയ കാലം കൊണ്ട് ജനശ്രദ്ധ ആകർഷിച്ച് വിവിധ പുരോഗമന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന അവസരത്തിൽ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായാണ് CITUയും AITUC യൂണിയനുകൾ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചിരിക്കുന്നുവെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA ചന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് T കിപ്പുറം, പഞ്ചായത്ത് അംഗം PG സുരേഷ് എന്നിവർ കുറവലങ്ങാട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൈൻ സേഫ്റ്റിക്ക് പരാതി കൊടുക്കുകയും ആ മൈൻ സേഫ്റ്റി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ ഈ പാറമട സന്ദർശിച്ച് അവർക്ക് നിരോധന പ്രവർത്തന സ്റ്റോപ്പും കൊടുക്കുകയും ചെയ്യുന്നുണ്ടായി. പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവുണ്ട്. ആ ഉത്തരവ് അംഗീകരിച്ചുകൊണ്ട് സണ്ണി ജോസഫ് പാറമട അപ്പുറത്തിന് നിർത്തി. എന്നാൽ രാജു വാൾസ്റ്റർ എന്ന് പറഞ്ഞ ആൾ ആ നിരോധന ഉത്തരവ് വയലേറ്റ് ചെയ്തുകൊണ്ട് പാറമട പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വയലേറ്റ് ചെയ്തുകൊണ്ട് പാറമട പ്രവർത്തിച്ചതിനെതിരായിട്ട് വീണ്ടും പേര് പെറുക്കി കേരള ഹൈക്കോടതിയിൽ പോവുകയും അത് വയലേറ്റ് ചെയ്തതിൻ്റെ പേരിൽ അതിന് ഹൈക്കോടതി ഉത്തരവിലൂടെ അത് സ്റ്റോപ്പ് കൊടുക്കുകയാണ്. WPC 29/512 നമ്പർ അനുസരിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നുണ്ടായി.
സമരത്തെ സംബന്ധിച്ചുള്ള നോട്ടീസിലും കഴിഞ്ഞ ദിവസം നടത്തിയ പൊതുയോഗത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 100% കളവും വസ്തുതാവിരുദ്ധവുമാണെന്ന് ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി. നിജസ്ഥിതി ജനങ്ങളെ അറിയിക്കുവാൻ ഭരണസമിതി ഒന്നാകെ ആഗ്രഹിക്കുന്നതായും പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. കടപ്പളാമറ്റം പഞ്ചായത്തിൽ 20 ക്വാറി ലൈസൻസുകളാണ് ഉള്ളത്. അതിൽ ഒരു പാറമടയ്ക്ക് പോലും പഞ്ചായത്ത് നേരിട്ട് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടില്ലെന്നും പഞ്ചായത്ത് ഭരണപക്ഷം വാദിക്കുന്നു. സ്വകാര്യ വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2 പേരുടെ ലൈസൻസുകളുടെ പാറമടകൾക്ക് മൈൻ സേഫ്റ്റിയുടെ ബാംഗ്ലൂർ ഓഫീസിൽ നിന്നും 24/10/2011 മൈൻസ് ആക്ട് 1952 സെക്ഷൻ 22 സബ്സെക്ഷൻ 3 അനുസരിച്ച് പാറമട പ്രവർത്തനം ഉടൻ നിർത്തിവെക്കുവാൻ ഉത്തരവായതായി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് ടിക്കിപ്പുറം വ്യക്തമാക്കുന്നു. സ്വകാര്യ വ്യക്തി സ്വമേധയാ പാറമട പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണെന്നും എന്നാൽ മറ്റൊരാൾ ഉത്തരവ് മറികടന്ന് പാറമട പ്രവർത്തനം തുടർന്ന് നടത്തിയതിനാൽ പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിക്കുകയും അതിന് അനുസരിച്ച് കേസിൽ ഉത്തരവ് ഉണ്ടാകുകയും ചെയ്തതായും പഞ്ചായത്ത് ഭരണപക്ഷം വ്യക്തമാക്കുന്നുണ്ട്. ഉഴവൂർ മേഖലയിൽ 6 പേർക്ക് ഡെങ്കിപ്പനി, കൂടുതൽ പേർ രോഗഭീതിയിലെന്ന് സൂചന. ഉഴവൂർ പഞ്ചായത്തിലെ കുടുക്കപ്പാറ, മോനപ്പള്ളി, കല്ലട കോളനി, ഉഴവൂർ ടൗൺ എന്നീ പ്രദേശങ്ങളിലുള്ളവർക്കാണ് ഡെങ്കിപ്പനി ബാധിച്ചിട്ടുള്ളത്. 6 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടതായി ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരാൾക്ക് രോഗം സംബന്ധിച്ച സംശയം ഉയർന്നിട്ടുള്ളതായും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു. രോഗം വ്യാപകമാകുമ്പോഴും അധികൃതർ നിസ്സംഗത പാലിക്കുകയാണെന്ന ആക്ഷേപം ശക്തമായിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും ദുരിത പ്രവർത്തനങ്ങളുമായും ബോധവൽക്കരണ ശ്രമങ്ങളുമായും രംഗത്തിറങ്ങണമെന്ന ജനകീയ ആവശ്യം ഉയർന്നു കഴിഞ്ഞു. ഇനി അറിയിപ്പുകൾ. കുറവലങ്ങാട് പഞ്ചായത്ത് പദ്ധതി രൂപീകരണ പ്രവർത്തന കമ്മിറ്റിയിൽ അംഗങ്ങളാകുവാൻ അപേക്ഷ ക്ഷണിച്ചു. കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ 2012-2013 വാർഷിക പദ്ധതിയും 2012-2017 പഞ്ചവത്സര പദ്ധതിയും തയ്യാറാക്കുന്നതിനുള്ള വർക്കിംഗ് ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നതിൽ അംഗങ്ങളാകാൻ താൽപ്പര്യമുള്ളവരിൽ നിന്നും നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. ജനസേവനം കാര്യക്ഷമമാക്കൽ, കൃഷി, മൃഗക്ഷീര വികസനം, പൊതുമരാമത്ത്, ദാരിദ്ര്യ ലഘൂകരണം, സാമൂഹ്യക്ഷേമം, പട്ടികജാതി പട്ടികവർഗ വികസനം, സ്ത്രീകൾ, കുട്ടികൾ എന്നിവരുടെ വികസനം, ആരോഗ്യം, കുടിവെള്ള ശുചിത്വം, വിദ്യാഭ്യാസം, ചെറുകിട വ്യവസായം എന്നീ മേഖലകളിലാണ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. നിർദ്ദേശങ്ങൾ ജൂലൈ 7-നകം കുറവലങ്ങാട് പഞ്ചായത്ത് ഓഫീസിൽ സമർപ്പിക്കണം. പഞ്ചായത്തിന് വെളിയിൽ താമസിക്കുന്നവർക്കും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. കുറിച്ചിത്താനത്ത് ഹോമിയോ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ. ജില്ലയിൽ പകർച്ചപ്പനി വ്യാപകമായ സാഹചര്യത്തിൽ കുറിച്ചിത്താനം പി ശിവരാമപിള്ള മെമ്മോറിയൽ പീപ്പിൾസ് ലൈബ്രറിയുടെയും മറിയാട്ടുപള്ളി NRHM ഹോമിയോ ഡിസ്പെൻസറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കുറിച്ചിത്താനം ശ്രീകൃഷ്ണ പബ്ലിക് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി മെഡിക്കൽ ക്യാമ്പ് ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ ഉച്ചകഴിഞ്ഞ് 3 മണി വരെ ശ്രീകൃഷ്ണ പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 2765 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദ്യാഭ്യാസ മണ്ഡലത്തിൽ വിദ്യാർത്ഥി സമൂഹം മത്സരബുദ്ധിയോടെ നിലകൊള്ളണമെന്ന് മോൻസ് ജോസഫ് MLA. ജൂലൈ 3 ദുഃഖ്രാന തിരുനാൾ. ക്രൈസ്തവ സമൂഹം മാർത്തോമാ ശ്ലീഹായുടെ സ്മരണയിൽ. കാലവർഷം കനക്കുന്നു, കർഷകർ ആശങ്കയിലും ആഹ്ലാദത്തിലും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു.